സ്തോത്രം. എല്ലാവരും വേദപുസ്തകം കയ്യിലെടുക്കാം. നിങ്ങൾ എല്ലാവരും വാഗ്ദത്തം എന്താണെന്ന് അമ്മ കണ്ടു കാണും. ആമേ സ്തോത്രം. എങ്കിലും എടുത്താട്ടെ. ആമേ സ്തോത്രം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. പിന്നെ ദൈവം യോശുവയോട്, ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന് ഞാനിന്ന് അവർ കാണുക നിന്നെ വലിയവനാക്കാൻ തുടങ്ങും. ചേർത്ത് 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം കൂടെ. അന്ന് യഹോവ യോശുവയെ എല്ലാ ഇസ്രായേലും എൻ്റെ മുമ്പാകെ ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. എത്ര പേര് ആമേൻ പറഞ്ഞ് ഇന്ന് പകൽ രാത്രി ഈ മിഡ് നൈറ്റ് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കാൻ തയ്യാറാണോ? ഈ വാഗ്ദത്തം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നത്. ഇതിൻ്റെ കറക്റ്റായ വിശദീകരണം ഞാൻ ഞായറാഴ്ച നിങ്ങൾക്ക് നൽകും. കാരണം നമുക്കിപ്പോൾ അതിനുള്ള സമയമില്ല. സ്തോത്രം. വളരെ ശ്രദ്ധിക്കൂ. സഭയ്ക്ക് ഈ വർഷം ദൈവം കൊടുക്കുന്ന പ്രധാന വാഗ്ദത്തം എന്ന് പറയുന്നത്, ഞാൻ ഇന്ന് അവർ കാണുക നിന്നെ വലിയവനാക്കാൻ തുടങ്ങും. അതാണ് നമ്മുടെ വാഗ്ദത്തം. ചില കണ്ണുകളുടെ മുൻപാകെ ദൈവം നിങ്ങളെ മേന്മപ്പെടുത്തുന്ന വർഷമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സഭ വിശ്വസിക്കാമോ? രഹബോത്ത് ഫാമിലിയെ ചില കണ്ണുകളുടെ മുൻപാകെ, കണ്ണുകൾക്ക് മുൻപാകെ ദൈവം മേന്മപ്പെടുത്തുകിற ആണ്ട്, മേന്മപ്പെടുത്തുകിற ആണ്ട്, ഘനപ്പെടുത്തുകിற ആണ്ട്, വലിയവനാക്കുന്ന ആണ്ട്. എത്ര പേര് ആമേൻ പറയുന്നു? വിശ്വസിച്ച് നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ, നിന്നെ അപമാനിച്ചവരുടെ മുമ്പിൽ, നിന്നെ മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി വ്യക്തമായി പറയുക, നിന്നെ മേന്മപ്പെടുത്തുന്ന ആണ്ട്, നിന്നെ മേന്മപ്പെടുത്തുന്ന ആണ്ട്. വിശ്വസിക്കുക, വിശ്വസിക്കുക ബ്രദർ, വിശ്വസിക്കുക. പൊട്ടനെ പോലെ വിശ്വസിക്കുക, പൊട്ടിയെ പോലെ വിശ്വസിക്കുക. കർത്താവ് ചില ഇടങ്ങളെല്ലാം എന്നെ മേന്മപ്പെടുത്താൻ പോകുകയാണ്. എൻ്റെ താഴ്ച കാണാൻ ശ്രമിച്ചവരുടെ നടുവിൽ, എൻ്റെ പരാജയം കാണാൻ ശ്രമിച്ചവരുടെ മുമ്പിൽ, എൻ്റെ കുടുംബം നശിച്ചു പോകണമെന്ന് കാത്തിരുന്നവരുടെ മുമ്പിൽ, പഠിപ്പിൽ നീ കുന്തി പോകണമെന്ന് ചിന്തിച്ചവിടെ മുമ്പിൽ, പഠിപ്പിൽ നീ മുന്നേറണമെന്ന് പറഞ്ഞവിടെ മുമ്പിൽ, ബാലിബ തമ്പി തങ്കൈ, നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു വലിയ മേന്മ തരുന്നൊരാണ്ടായി മാറാൻ പോകുക. നിന്റെ പഠിപ്പിൽ ഒരു വിജയം, നിന്റെ പഠിപ്പിൽ ഒരു നല്ല വ്യക്തി തരുന്നൊരാണ്ടായി ഈ ആണ്ട് പരിശുദ്ധാത്മാവ് തീർക്കാൻ പോകുകയാണ്. നിനക്കൊരു നല്ലൊരു എതിർകാലം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞവിടെ മുമ്പിൽ, നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞവിടെ മുമ്പിൽ, നിനക്ക് നല്ലൊരു വാഴ്ക്കയിൽ ഉണ്ടാകത്തില്ല പറഞ്ഞിട മുമ്പിൽ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി തെൻപെടുന്ന ഒരു ആണ്ടാണ് 26 എന്ന്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് ആ കരങ്ങൾ തട്ടണമെങ്കിൽ തട്ട്, ആത്മാവിൽ ഒന്ന് സ്തുതിക്കണമെങ്കിൽ സ്തുതിക്കുക. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി ചില കുടുംബങ്ങളുടെ മേൽ ഈ വാഗ്ദത്തത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. 25 നീ മേന്മപ്പെടേണ്ട പല ഇടങ്ങളിലും മേന്മപ്പെടുവാൻ കഴിയാതെ പോയി. ആമേൻ. നീ വലിയവനാകേണ്ട ചില മേഖലകളിൽ നിനക്ക് ആ തലത്തിൽ എത്തപ്പെടാൻ കഴിയാതെ പോയി. എന്നാൽ ആത്മാവ് ഇന്ന് രാത്രി ഉറപ്പ് പറയുക, പ്രവചനാത്മാവിൽ ദീർഘദർശന വാർത്തയായി സഭയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. അവർ കാണുക, അവർ കാണുക, ചില കണ്ണുകൾ കാണുക, അവൻ നിന്നെ മേന്മപ്പെടുത്തുവാൻ, മേന്മപ്പെടുത്തുവാർ, 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 മേന്മപ്പെടുത്തുവാർ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. സന്തോഷമുണ്ടെങ്കിൽ അടുത്തിരിക്കുന്നതിന് കരത്തെ പിടിച്ച് മുഖത്ത് നോക്കി പറ, സിസ്റ്റർ, ദൈവം നിന്നെ മേന്മയാക്കുന്ന ആണ്ട്. ബ്രദർ, നിന്നെ ദൈവം മേന്മയാക്കുന്ന ആണ്ട്, നിന്നെ വലിയവനാക്കുന്ന ആണ്ട്, വലിയവനാക്കുന്ന. മക്കളെ, പഠിപ്പിൽ നിങ്ങളെ ആണ്ടവർ വലിയവരാക്കാൻ പോകുക. വിശ്വസിക്കാമോ? പഠിപ്പിൽ ദൈവം നിങ്ങളെ വലിയവരാക്കും. മക്കളെ, പഠിപ്പിൽ ദൈവം നിങ്ങളെ വലിയവരാക്കും. നിങ്ങൾക്ക് ചില നല്ല ഭാവികളെ ദൈവം ഒരുക്കും. നിങ്ങളുടെ കുടുംബങ്ങളിൽ ചില ദൈവ പ്രവർത്തികളെ കാണും. ചിലർക്ക് ചില ഓപ്പർച്യൂണിറ്റികൾ ദൈവത്താൽ വെളിപ്പെടുന്ന ഒരു നല്ല ആണ്ടായി പരിശുദ്ധാത്മാവ് തീർക്കുന്ന ആണ്ടാണ്. യേശുവിന്റെ നാമത്തിൽ ചില കണ്ണുകൾ കാണത്തക്ക നിലകളിൽ ദൈവം നിന്റെ കുടുംബത്തിന്റെ തലമുറയുടെ സാഹചര്യങ്ങളെ, തലമുറയുടെ അതിരുകളെ ദൈവം വിശാലപ്പെടുത്തുന്ന ഒരാണ്ട്.
ആംധരാരകൽ പ്രൗഢമന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നോക്കൂ, അവിടെ പറയുന്നത് അവർ കാണുകെ നിന്നെ വലിയവനാക്കാൻ, അതാ 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 പ്രോമിസ്, വലിയവനാക്കാൻ തുടങ്ങും, തുടങ്ങും. ആമേൻ. തമിഴിൽ മേന്മപ്പെടുത്തുവേൻ. വാഗ്ദത്തം, വാഗ്ദത്തം. ആ വാഗ്ദത്തം ആരുടെ മേൽ നടന്നു? യോശുവയുടെ മേൽ നിറവേറി. അതാണ് നമ്മൾ വായിച്ച 13:14. അന്ന് നോക്കി നിന്ന കണ്ണുകളുടെ മുൻപിൽ ദൈവം അവനെ പറ, അവനെ മേന്മപ്പെടുത്തിനാർ. പെടുത്തുവേൻ, നാർ പെടുത്തി, അല്ലേ? വിശ്വസിക്കാമോ? അപ്പൊ ഇതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യമുണ്ട്. ഈ വാഗ്ദത്തം നമ്മിൽ നടക്കണമെങ്കിൽ, ഇത് യോശുവ വലിയവനായതുപോലെ നമ്മൾ വലിയവനാകണമെങ്കിൽ, ഈ ആണ്ടിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില കാര്യമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഞായറാഴ്ച പറഞ്ഞു തരാം. അത് നമ്മുടെ ലൈഫിൽ നമ്മൾ എല്ലാവരും കടപിടിച്ചാൽ നിങ്ങൾ കട്ടായം ദൈവത്താൽ മേന്മപ്പെട്ടവരാകും. ഞാൻ സഭയ്ക്ക് ഉറപ്പ് തരികയാണ്. ഇത് പാസ്റ്ററുടെ വാക്കല്ല. മാസങ്ങൾക്ക് മുമ്പ് ദൈവം എന്നോട് സംസാരിച്ച, എന്നോട് ഇടപെട്ട 26 എൻ്റെ ദൈവമക്കൾക്ക് കൊടുക്കാൻ പല മാസങ്ങൾക്ക് മുമ്പ് ദൈവാത്മാവ് തന്ന ദൂതാണ്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു അതങ്ങനെ തന്നെ സംഭവിക്കും, അങ്ങനെ നടക്കും. ഇവിടെ ചില സഹോദരങ്ങൾ 25th പറഞ്ഞ വാഗ്ദത്തത്തിൻ്റെ നിവർത്തി കണ്ടു എന്ന് ചിലർ സാക്ഷ്യം പറയുവാനിടയായി. ഞാനത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിലുപരി 2026 നടക്കാൻ പോകുകയാണ്. ഞാനത് വിശ്വസിക്കുകയാണ്.